ഹായ് ഗൈസ്, വെൽക്കം ടു സ്കൂൾ സ്റ്റോറീസ്. സോ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 9th ക്ലാസ്സിൻ്റെ സ്റ്റോറിയാണ്. ഇപ്പോൾ 9th ക്ലാസ്സിന് മൂവ്മെൻറ്റ്സ് ആൻഡ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി 2 ദിവസമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് തിയറിറ്റിക്കലി ഓരോ കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ, സ്കെൽറ്റൽ സിസ്റ്റം, നമ്പർ ഓഫ് ബോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ലാസ്റ്റ് പീരീഡ് ആയിരുന്നു. അപ്പോൾ അവർ ഞാൻ AV റൂമിൽ കൊണ്ടുപോയി. AV റൂം മീൻസ് ഓഡിയോ വിഷ്വൽ റൂമിൽ കൊണ്ടുപോയി അവർക്ക് ഫുൾ ഹ്യൂമൻ സ്കെൽറ്റൻ സിസ്റ്റം എങ്ങനെയാണ്, ഓരോ ഭാഗത്തെയും എല്ലുകൾ, കാർട്ടിലേജ്, ഡിഫറൻസ് എന്താണ്, ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ജനറൽ ബയോളജി അല്ല പഠിപ്പിക്കുന്നത്, IIT ബയോളജിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്, കുറച്ച് കോംപ്ലക്സ് ആണ്. ഇവർക്ക് പല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ഐ തോട്ട് അവരെ കൊണ്ട് പ്രാക്ടിക്കലി എങ്ങനെയാണ് ഓരോ ജോയിൻറ്റ്സ്, നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച് ജോയിൻറ്റ് എങ്ങനെ മൂവ് ചെയ്യാം. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു നമ്മുടെ മാസ് PT അല്ലെങ്കിൽ ഒരു PT പീരീഡ് നമ്മൾ വാമപ്പ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഹോൾ 9th ക്ലാസ് AV റൂം എന്ന് പറഞ്ഞാൽ ഇത്തിരി വലിയ റൂമാണ്, സ്റ്റേജിൻ്റെ ഫോണ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, അടിപൊളിയായിട്ടുണ്ടാവുമായിരുന്നു. കാരണം എല്ലാ കുട്ടികളും അത്യാവശ്യം ഡിസ്റ്റൻസ് ഒക്കെ വിട്ട് നിന്ന് പല എക്സസൈസ്, പല ജോയിൻറ്റ്സ് ചെയ്ത് ലൈക്ക് ലിറ്ററലി ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ എല്ലാ കുട്ടികളും വേർത്ത് എന്നാൽ ടോപ്പിക്കൊക്കെ പഠിച്ച് മനസ്സിലാക്കി പോയിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ലൈക്ക് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആസ് എ ടീച്ചർ വി ഹാവ് ടു പ്രിപ്പയർ. സംടൈംസ് പ്രിപ്പയർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ വിൽ ബി ടേക്കിംഗ് ദ ക്ലാസ്, പക്ഷെ നമുക്ക് ആ കോൺഫിഡൻസ്, ഒരു സന്തോഷം കിട്ടില്ല. പക്ഷെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമുക്കിങ്ങനെ പറയാൻ ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. സോ ടീച്ചേഴ്സ് ആയവർക്ക് അറിയാം, നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും അത് ചെയ്യാണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ചെറിയ പ്രശ്നങ്ങൾ. സോ ലൈക്ക് എല്ലാ കുട്ടികളെയും കൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ച് എല്ലാ ജോയിൻറ്റ്സും എല്ലാം അവർക്ക്, എനിക്ക് ഉറപ്പാണ് അവർക്ക് എല്ലാ ജോയിൻറ്റ്സും മനസ്സിലായിട്ടുണ്ട്. അതെവിടെയാണ്, എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്, ഡയറക്ഷൻ, എല്ലാ കാര്യങ്ങളും. സോ അഗെയിൻ ഐ വാസ് സോ ഹാപ്പി, ചിൽഡ്രൻ വർ ഹാപ്പി. ആൻഡ് പിള്ളേർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, സർ ഞങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് മൂവ്മെൻറ്റ്സും ലോക്കോമോഷനും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ക്ലാസ്സിൻ്റെ അത്രയും മെമ്മറബിൾ ഇന്നേ വരെ വേറൊരു ക്ലാസ് വന്നിട്ടില്ല. ദാറ്റ് മെയ്ഡ് മൈ ഡേ. ഓൾറെഡി ഇറ്റ് വാസ് എ ലാസ്റ്റ് ഡേ, ബട്ട് അത് ഭയങ്കര സന്തോഷം എനിക്ക്. കാരണം അവർ ലിറ്ററലി ആ ക്ലാസ് സ്ക്രീം ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ മോഷന് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടില്ല. സോ ഐ ഫെൽ സോ ഹാപ്പി. കാരണം വേറൊരു ടീച്ചേഴ്സ് നമ്മുടെ രീതി കുറച്ച് മാറ്റാൻ നോക്കുക, നോ പ്രോബ്ലം, നന്നായിരിക്കും എപ്പോഴും. സോ ദിസ് വാസ് മൈ സ്കൂൾ സ്റ്റോറി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതേപോലെയുള്ള ടീച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ പ്രോബ്ലംസ്, സ്കൂളിലെ കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ആൻഡ് എന്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നെക്കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യും. ആൻഡ് എൻ്റെ സ്റ്റുഡൻസ് കാണുന്നവർ നിങ്ങളെ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. സോ അഗൈൻ സീ യു ഗൈസ്.